പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും സംസ്കൃതയുടെ ഇംഗ്ലീഷ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സുകാരുടെ ആദ്യത്തെ യൂണിറ്റായ ആസ്പെർ ടു വിൻ എന്ന് പറയുന്ന യൂണിറ്റിലെ പാഠങ്ങളെല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്യുകയും അതിൽ നിന്ന് ജനറലായിട്ട് നമുക്ക് ഇതുവരെയും ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളെ എങ്ങനെ നമുക്ക് എക്സാമിന് അപ്രോച്ച് ചെയ്യാം എന്നുള്ളൊരു ക്ലാസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് എത്തിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിൽ നമുക്കുള്ളത് 3 പാഠങ്ങളാണ്. അതിൽ 2 പ്രോസ് ഉണ്ട്, ഒരു പോയം ഉണ്ട്. പോയം എന്ന് പറയുന്നത് ബാങ്ക് ദ ഡ്രം എന്ന് പറയുന്ന ഒരു പോയമാണ്. പ്രോസ് വരുമ്പോൾ നമുക്ക് ലേണിംഗ് ദ ഗെയിം എന്ന് പറയുന്ന സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ബയോഗ്രഫിയും പിന്നെ അതുപോലെ തന്നെ റൈസ് എന്ന് പറയുന്ന നിഷ പഞ്ചാബി എഴുതിയിട്ടുള്ള ഒരു സ്റ്റോറി കൂടി നമുക്കുണ്ട്. അപ്പൊ ഈ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ നമുക്ക് വരും അല്ലെങ്കിൽ മുൻകാല വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള ചോദ്യങ്ങളെ നമുക്ക് എങ്ങനെ എഴുതാം എന്നുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകാനായിട്ട് പോകുന്നത്. ഓക്കെ, ദ റൈസ് എന്ന ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റോറി പ്രോഗ്രസ് ചെയ്യുന്ന തരുൺ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലൂടെ ആ ക്യാരക്ടറിന്റെ ഒരുപാട് സവിശേഷതകൾ ആ പാഠത്തിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് തരുണിന്റെ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുക എന്നത് തന്നെയാണ്. ഒരു ക്യാരക്ടർ സ്കെച്ച് എങ്ങനെ തയ്യാറാക്കാം അല്ലെങ്കിൽ എന്തൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ ഒരു ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുമ്പോൾ ഉൾപ്പെടുത്തേണ്ടതെന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ക്യാരക്ടർ സ്കെച്ചിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആദ്യം ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതി തുടങ്ങുന്ന സമയത്ത് ഈ ഒരു ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്ത അതിന്റെ ഓതർ ആരാണെന്ന് നമ്മൾ ആദ്യമായിട്ട് തന്നെ പറഞ്ഞിരിക്കണം. ഓക്കെ, നമുക്ക് പറയാം ദിസ് വണ്ടർഫുൾ ക്യാരക്ടർ തരുൺ വാസ് ക്രിയേറ്റഡ് ബൈ നിഷ പഞ്ചാബി എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു കഥയുടെ പേര് കൊടുക്കാം. ദ റൈസ് എന്നാണല്ലോ നമ്മുടെ കഥയുടെ പേര്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നിഷ പഞ്ചാബി എന്ന് പറയുന്ന ആ ഒരു ഓതറിനെ നമുക്കറിയാവുന്ന 1-2 പോയിന്റ്സ് കൂടി നമുക്ക് എന്ത് ചെയ്യാം, എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം തരുൺ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള അപ്പിയറൻസ് കൃത്യമായിട്ടും ആ ഒരു സ്റ്റോറിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ നന്നായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം എന്ത് ചെയ്യുക, ഫിസിക്കൽ ആയിട്ടുള്ള അപ്പിയറൻസ് നമ്മൾ എന്ത് ചെയ്യുക, എഴുതുക. ഓക്കെ, അതിനുശേഷം പല കുട്ടികൾക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചെങ്കിൽ ഫിസിക്കൽ അപ്പിയറൻസ് എഴുതി കഴിഞ്ഞ ശേഷം അവർക്ക് ഇനി എന്ത് എഴുതണം എന്നുള്ള പോയിന്റ്സ് പ്രശ്നം ഉണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് ഈ തരുൺ എന്ന് പറയുന്ന ക്യാരക്ടറിനെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഈ തരുൺ എന്ന് പറയുന്ന ക്യാരക്ടർ കഥയിലൂടെ പോകുമ്പോൾ ഓരോ സിറ്റുവേഷൻസും എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, എങ്ങനെയുള്ള പേഴ്സൺ ആണ്, എംപതറ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആണോ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണോ, അല്ലെങ്കിൽ കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ളതാണോ, അല്ലെങ്കിൽ ഓരോ ക്യാരക്ടറുമായിട്ട് എങ്ങനെ ഇടപഴകുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ കുറച്ച് ക്യാരക്ടർ ട്രൈറ്റ്സ് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ക്യാരക്ടർ സ്കെച്ച് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മൾ ഇതെങ്ങനെ കൺക്ലൂഡ് ചെയ്യണം, ഒരു ക്യാരക്ടർ സ്കെച്ച് എങ്ങനെ കൺക്ലൂഡ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, നമുക്ക് നമ്മുടെ ഈ ഓതർ ഉണ്ടല്ലോ, ഓതറിന് ഒരു താങ്ക്സ് പറയാം അല്ലെ, എങ്ങനെ പറയാം, താങ്ക് യു ഫോർ ഗിവിംഗ് us ദിസ് വണ്ടർഫുൾ ക്യാരക്ടർ എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു താങ്ക് യു പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്യാരക്ടർ സ്കെച്ച് അവസാനിപ്പിക്കാം. ഇങ്ങനെയുള്ള ക്യാരക്ടർ സ്കെച്ചുകൾക്ക് കൃത്യമായിട്ടും അതിനൊരു ഫോർമാറ്റ് ഉണ്ടായിരിക്കും. ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു കൃത്യമായ ഒരു ഫോർമാറ്റ് നമ്മൾ പിന്തുടരുകയാണെങ്കിൽ സാധാരണ നമ്മൾ എഴുതുന്നതിനേക്കാൾ കൂടുതൽ മാർക്സ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ആ ഒരു ക്യാരക്ടറിന്റെ സവിശേഷതകൾ, പ്രധാനപ്പെട്ട സവിശേഷതകൾ. ഓക്കെ, എപ്പോഴും ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ ക്യാരക്ടർ സ്കെച്ച് ആയിരിക്കും കൂടുതലായിട്ടും ചോദിക്കുക. അപ്പൊ ഈ ഒരു റൈസ് എന്ന് പറയുന്ന ഒരു പാഠം എടുക്കുമ്പോൾ നമുക്കറിയാം ആ കഥ പ്രോഗ്രസ് ചെയ്യുന്നത് തന്നെ ആരെ വെച്ചിട്ടാണ്, നമ്മുടെ ഈ തരുൺ എന്ന് പറയുന്ന നമ്മുടെ ഈ ക്യാരക്ടറിനെ വെച്ചിട്ടാണ്. അപ്പൊ കൃത്യമായിട്ട് തരുണിന്റെ ക്യാരക്ടർ സ്കെച്ച് തന്നെയായിരിക്കും അതിൽ ചോദിക്കുക. തരുണിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാനായിട്ട് അതിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. കാരണം തരുൺ എങ്ങനെയുള്ള സ്റ്റുഡന്റ് ആയിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. തരുണിന് ഹാർഡ് വർക്കിങ്ങും അയാളുടെ ഡെഡിക്കേഷനും കൊണ്ട് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അതെല്ലാം കൂടി വെച്ച് നമ്മൾ പോയിന്റ്സ് ആക്കി കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഫുൾ മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് ഏറ്റവും കൂടുതൽ റൈസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് ഡയറി എൻട്രി എന്ന് പറയുന്നത്. 2 സിറ്റുവേഷൻ അനുസരിച്ച് നമുക്കിതിൽ ഡയറികൾ പ്രിപ്പയർ ചെയ്യാം. അതായത് ഒന്നാമത്തെ സിറ്റുവേഷൻ നമ്മുടെ തരുൺ രാംനാരായണനെ മീറ്റ് ചെയ്യുന്ന സമയമുണ്ടല്ലോ, രാംനാരായണനെ മീറ്റ് ചെയ്യുന്നു, അയാള് തരുൺ ഇങ്ങനെ ഒരു റൈസിൽ പങ്കെടുത്ത് വിജയിച്ചു കഴിഞ്ഞാൽ ട്രെയിൻ ചെയ്യിക്കാമെന്ന് പറയുന്നു. ആ ഒരു സിറ്റുവേഷൻ അനലൈസ് ചെയ്തിട്ട് അന്ന് രാത്രി നമ്മുടെ തരുൺ എഴുതുന്ന ഡയറി എൻട്രി ചോദിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല കഥയുടെ അവസാനം തരുൺ റേസിൽ പങ്കെടുക്കുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു, ശേഷമുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നു. അന്ന് രാത്രി തരുൺ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു, ഒരു ഡയറി എഴുതാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഡയറിയും മുൻകാല വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു രണ്ട് സിറ്റുവേഷനെയും നമ്മൾ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഡയറി എഴുതാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി പൊതുവായിട്ട് ഒരു ഡയറിയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ ഏത് രീതിയിലൂടെയാണ് നമ്മളൊരു ഡയറി എഴുതേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡയറിയുടെ ബേസിക് ആയിട്ടുള്ള ഫോർമാറ്റൊക്കെ നിങ്ങൾക്ക് അറിയാം, അതായത് എവിടെ ഡേയും ഡേറ്റും ഒക്കെ വയ്ക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ കൂടുതൽ പറയേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഡയറി ഏത് രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാം അല്ലെങ്കിൽ പ്രോഗ്രസ് ചെയ്യിക്കാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ആദ്യത്തെ സിറ്റുവേഷൻ നമുക്ക് എടുക്കാം. രാംനാരായണനെ തരുൺ മീറ്റ് ചെയ്തു, അതിനുശേഷം അന്ന് രാത്രി തരുൺ എഴുതാൻ സാധ്യതയുള്ള ഡയറി. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, അതായത് നമ്മളെല്ലാവരും പാഠം നന്നായിട്ട് പഠിച്ചതിന് ശേഷമാണല്ലോ എക്സാം എഴുതാൻ പോകുന്നത്. അപ്പോൾ കഥകൾ എങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നു, എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു, ഏത് ഭാഗത്താണ് ഇത് സംഭവിക്കുന്നത്, അതിന് ശേഷമുള്ള കാര്യങ്ങൾ എന്തൊക്കെ, അതിന് മുന്നേ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ തരുണ് എക്സാമിന് ഫെയിൽ ആവുന്നു, ആ ഒരു വിഷമം തീർക്കാനായിട്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്, പാർക്കിലേക്ക് പോകുന്നതും ഓടുന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, രാംനാരായണനെ മീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയറി എഴുതി തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒരു ദിവസം, ഓക്കെ, ഇന്നത്തെ ഒരു ദിവസം തരുണിനെ സംബന്ധിച്ച് നല്ലതായിരുന്നോ ചീത്തയായിരുന്നോ എന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാനുള്ളത്, അങ്ങനെ വേണം തുടങ്ങാനായിട്ടുള്ളത്. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ തരുണിനെ സ്വാധീനിച്ച സംഭവം ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിരുന്നോ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമായിരുന്നോ എന്നതിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡയറി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ പറയാം, ടുഡേ വാസ് എ ഗുഡ് ഡേ എന്ന് പറയാം അല്ലേ. ഇന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു, ഇന്നത്തെ ദിവസം വളരെ നല്ല ദിവസമായിരുന്നു. പക്ഷേ തരുണിനെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം നല്ലതായിരുന്നു, തന്നെ സംബന്ധിച്ച് നല്ലതുമായിരുന്നു ചീത്തയുമായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അതായത് ഏറ്റവും കൂടുതൽ തരുണിനെ ഇൻഫ്ലുവൻസ് ചെയ്തത് എന്തായിരുന്നു, ആ രാംനാരായണനുമായിട്ടുള്ള മീറ്റിങ്ങും ഇന്നത്തെ ദിവസം അവന് നൽകിയ ഒരു പോസിറ്റീവ് എനർജിയുമായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ പറയാം അല്ലെ, തരുണിനെ സംബന്ധിച്ച് ടുഡേ വാസ് എ ഗുഡ് ഡേ എന്നൊരു നല്ല ദിവസമായിരുന്നു അല്ലെ. കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്നിരുന്നാലും ഇന്നത്തെ ദിവസം നല്ല ദിവസമായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാംനാരായണനെ മീറ്റ് ചെയ്തു, അവൻ്റെ ഒരു ലൈഫിൽ ഒരു പുതിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ഇന്നത്തെ ദിവസം ആണല്ലോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം ഒരു ഡയറി. അതിനുശേഷം ഇന്നത്തെ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതരുത്. ഞാൻ ഇന്ന് രാവിലെ 8 മണിക്ക് എഴുന്നേറ്റു, ആ സ്കൂളിലേക്ക് പോയി, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. സ്കൂളിൽ പോയി എക്സാമിന് ഫെയിലായി, വിഷമമായി, അങ്ങനെ എന്ത് ചെയ്തു, ആസ് യൂഷ്വൽ പാർക്കിലേക്ക് പോയി ഓടി എന്ത് ചെയ്യാൻ തീരുമാനിച്ചു, തൻ്റെ ഇമോഷൻസും പെൻറ്റപ്പായിട്ടുള്ള തൻ്റെ ഇമോഷൻസ് എക്സോസ്റ്റ് ചെയ്യാമെന്ന് നമ്മുടെ തരുൺ തീരുമാനിച്ചു. അങ്ങനെ പോയപ്പോഴാണല്ലോ രാംനാരായണനെ മീറ്റ് ചെയ്തത്. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ഡയറിയിലേക്ക് കൊണ്ടുവരാം. പിന്നെ മറ്റൊരു കാര്യം, ഡയറി എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, പാസ്റ്റ് ടെൻസിൽ വേണം എന്ത് ചെയ്യാനുള്ള ഡയറി എഴുതാനായിട്ടുള്ളത്. കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡയറിയിലേക്ക് എഴുതുന്നത്. ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടി ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ, നമ്മുടെ തോട്ട്സ് ഉണ്ടല്ലോ, നമ്മുടെ തോട്ട്സ് നമുക്ക് എഴുതി വയ്ക്കാം അല്ലേ. നാളെ ഇനി എന്താവും ദൈവമേ, അല്ലെങ്കിൽ എൻ്റെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം എവിടെ എത്തും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കതും നമ്മുടെ ഡയറിയിൽ ഉൾപ്പെടുത്താം. അതിന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എക്സ്ട്രാ മാർക്സ് നമുക്ക് തരാനായിട്ട് ലഭിക്കും. അവസാനം നമുക്ക് എന്ത് ചെയ്യാം, സാധാരണഗതിയിൽ ഡയറി ക്ലോസ് ചെയ്യുന്നത് ഐ എം ഫീലിംഗ് സ്ലീപ്പി നൗ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സാധാരണഗതിയിൽ ഡയറി ക്ലോസ് ചെയ്യുന്നത്. ക്ലോസിംഗ് സെന്റൻസ് അങ്ങനെയാണ്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അങ്ങനെ തന്നെ നമ്മുടെ ഡയറി ക്ലോസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഡയറി അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്ന മാർക്സ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ക്യാരക്ടർ സ്കെച്ചും ഡയറി എൻട്രിയും കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ഒരു കോൺവെർസേഷൻ ക്വസ്റ്റ്യൻ ആണ്. രാംനാരായണനും അതുപോലെ തന്നെ തരുണും തമ്മിൽ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നൊരു സമയമുണ്ടല്ലോ, ആ സമയത്തുള്ള കോൺവെർസേഷൻ ചോദ്യം ചോദിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, എന്ത് കൃത്യമായിട്ട് അറിയാം, ഇവർ തമ്മിൽ ആ ഒരു മീറ്റ് ചെയ്യേണ്ട സാഹചര്യവും മീറ്റ് ചെയ്ത സമയത്ത് ഇവർ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് കോൺവെർസേഷൻ ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാം, മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിൽ ഉൾപ്പെടുത്തണം, ഏത് രീതിയിൽ വേണം നമ്മളൊരു കോൺവെർസേഷൻ ക്വസ്റ്റ്യൻ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ളത്, ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കോൺവെർസേഷൻ ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് കുട്ടികളിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അതിൻ്റെ എക്സ്ചേഞ്ചുകൾ കൂട്ടാനായിട്ട് ഒരുപാട് സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും അല്ലെങ്കിൽ എഴുതി വയ്ക്കും. അതായത് ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തണ്ട എന്നല്ല ഞാൻ പറയുന്നത്. അത് മാത്രം, അതിലേക്ക് മാത്രമായിട്ട് നിങ്ങളുടെ ആ ഒരു കോൺവെർസേഷൻ ചുരുങ്ങി പോകരുത്. മനസ്സിലായില്ലേ? അതായത് നിങ്ങൾക്ക് കിട്ടുന്ന സബ്ജക്റ്റ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ സബ്ജക്റ്റ് എന്താണ്,
രാംനാരായണനും നമ്മുടെ തരുണും ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നടക്കുന്ന കോൺവെർസേഷനാണ്. അപ്പോൾ അതാണ് നമ്മുടെ കോർ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ അതിനൊരു ഊന്നലും നൽകി വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ടുള്ളത്, നമ്മുടെ ഈ ഒരു കോൺവെർസേഷൻ പ്രോഗ്രസ് ചെയ്യിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് പറയാം. ഓക്കെ, ആദ്യമായിട്ട് കോൺവെർസേഷൻ എഴുതുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കിട്ടിയിരിക്കുന്ന സബ്ജക്റ്റിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുത്തു വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ടുള്ളത്, എഴുതാനായിട്ടുള്ളത്. പിന്നെ കോൺവെർസേഷൻ എഴുതുന്ന സമയത്ത് അതിനകത്ത് ക്വസ്റ്റ്യൻ ടാഗ് കൃത്യമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുക. അതിനെന്തുണ്ട്, പ്രത്യേക മാർക്കുണ്ട്, ഒരു ക്വസ്റ്റ്യൻ ടാഗ് ഉൾപ്പെടുത്തിയിരിക്കുക. അത് മാത്രമല്ല, സംഭാഷണം എങ്ങനെയായിരിക്കണം, സംഭാഷണം ഒരുപാട് അങ്ങ് ഫോർമലായി പോകരുത്. മനസ്സിലായില്ലേ? അതായത് ഒരുപാട് നമ്മുടെ ഒരു രണ്ടുപേര് സംസാരിക്കുന്ന രീതി ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. ഒരു നാച്ചുറാലിറ്റി ഉണ്ടായിരിക്കണം നമ്മുടെ ആ ഒരു കോൺവെർസേഷൻ. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ പിന്തുടർന്ന് കോൺവെർസേഷൻ ക്വസ്റ്റ്യൻസ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യും, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ കൃത്യമായിട്ടും പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരുപാട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ആ ഒരു എക്സ്ചേഞ്ചുകളുടെ വലിപ്പം കൂട്ടാനായിട്ട് പാടില്ല. ഓക്കെ, ഒരു 3 സെന്റൻസ് അല്ലെങ്കിൽ 4 സെന്റൻസ് മാക്സിമം ആണ്. 3 സെന്റൻസ് 4 സെന്റൻസ് മാക്സിമം ആണ്. ശരിക്കും പറയാനുള്ള ഒരു 3 സെന്റൻസ്, ഒരു എക്സ്ചേഞ്ചിനകത്ത് ഒരാൾ പറയുന്ന കാര്യം 3 സെന്റൻസിൽ കൂടുതൽ വരുത്തരുത്. കാര്യം അതൊരു ഭംഗി കുറവ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ക്വസ്റ്റ്യൻ പ്ലാൻ ചെയ്യാനായിട്ടുള്ളൂ. നിങ്ങളുടെ ഉത്തരം കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനുള്ള ആ ഒരു രീതിയിലായിരിക്കും. അങ്ങനെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഒരു കോൺവെർസേഷൻ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് കൃത്യമായിട്ടും ഫുൾ മാർക്സ് സ്കോർ ചെയ്യാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. ഓക്കെ, പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഒരു ഉത്തരം നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഫുൾ മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് ഇത് ഏറെ സഹായകമായിരിക്കും. ഇനി പറയാനായിട്ട് പോകുന്ന കുറച്ച് ചോദ്യങ്ങൾ, ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, അതായത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. എന്നിരുന്നാലും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാനായിട്ട് ഒരുപാട് സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അതായത് അതിൽ ഫസ്റ്റ് കാറ്റഗറിയിലുള്ള ഒരു ചോദ്യമാണ് ലെറ്റർ തയ്യാറാക്കുക. ഓക്കെ, നിങ്ങൾ കൃത്യമായിട്ടും ചിന്തിക്കും ഏത് രീതിയിലായിരിക്കും അല്ലെങ്കിൽ ആർക്കായിരിക്കും ഇതിൽ ലെറ്റർ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലെറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു തരുണുണ്ടല്ലോ, തരുണിന് ആ ഒരു റേസ് കഴിഞ്ഞു, അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഡ്രീമാണ് അവിടെ അച്ചീവ് ആയി കഴിഞ്ഞത്. അവൻ്റെ ഒരു ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അപ്പൊ ഈ ഒരു സംഭവം മുഴുവൻ അവൻ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് അവന്റെ ഏറ്റവും വലിയ ഫ്രണ്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് അവൻ ഒരു ലെറ്റർ അയക്കുന്നു. ഓക്കെ, അവന്റെ ഒരു ഫ്രണ്ടിന് ലെറ്റർ അയക്കുന്നു, അവന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് ലെറ്റർ അയക്കുന്നു. അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ ആ ഒരു ലെറ്റർ എങ്ങനെ ഇരിക്കും, ഓക്കെ എന്നുള്ള കാര്യം, അങ്ങനെ ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് വന്നതെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ തരുൺ അവന്റെ ഫ്രണ്ടിന് അവന്റെ ലൈഫിൽ നടന്ന ഈ ഒരു ടേണിംഗ് പോയിന്റിനെ കുറിച്ച് എഴുതുന്ന ഒരു ലെറ്റർ. അപ്പോൾ തരുൺ അവന്റെ ഫ്രണ്ടിന് എഴുതുന്ന ലെറ്റർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ലെറ്റർ എങ്ങനെയുള്ള ലെറ്ററാണ്, ഇതൊരു ഇൻഫോർമൽ ലെറ്ററാണ്, ഫോർമൽ അല്ല, ഇൻഫോർമൽ ആയിട്ടുള്ള ലെറ്ററാണ്. അപ്പൊ ഇൻഫോർമൽ ലെറ്റർ തയ്യാറാക്കേണ്ട ഫോർമാറ്റും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, നിങ്ങൾ അതെല്ലാം പഠിച്ച കുട്ടികളാണ്. ഇനി ഒരു ലെറ്ററിന് നമുക്ക് എങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഏത് രീതിയിൽ വേണം ഒരു ലെറ്റർ നമ്മൾ എഴുതി തുടങ്ങേണ്ടത് അല്ലെങ്കിൽ എഴുതി അവസാനിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത്. അതായത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള തെറ്റുകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അതായത് ലെറ്റർ എഴുതി തുടങ്ങുന്ന സമയത്ത് നമുക്ക് തന്നിട്ടുള്ള കാര്യത്തിലേക്ക് നമ്മൾ നേരിട്ട് കിടക്കരുത്. ഓക്കെ, അത് നിങ്ങൾക്കറിയാം, നമ്മളെ ഡേറ്റും കാര്യങ്ങളും അഡ്രസ്സും എല്ലാം എഴുതണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലെറ്റർ ബോഡി ഉണ്ടല്ലോ, ബോഡിയിലേക്ക് തുടങ്ങുന്ന ഒരു സമയമുണ്ടല്ലോ, അതിൽ നമ്മൾ ഒരിക്കലും നേരിട്ട് എന്ത് ചെയ്യരുത്, ആദ്യമേ നമ്മൾ കയറിയിട്ട് ഇന്ന് സംഭവം ഉണ്ടായി, ഇന്ന് റൈസ് ഇങ്ങനെ ഉണ്ടായി, ഞാൻ റൈസ് ജയിച്ചു, ഞാൻ വളരെ ഹാപ്പിയാണ്, ആ ഒരു രീതിയിൽ എഴുതരുത്. നമ്മുടെ ഫ്രണ്ടിന് കൃത്യമായിട്ട് നമ്മൾ ലെറ്റർ എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം അവനെ സുഖമാണോ എന്ന് ചോദിക്കും, അവന്റെ ഫാമിലിയെ കുറിച്ച് ഒന്ന് അന്വേഷിക്കും, അല്ലേ, വാട്ട് അബൌട്ട് യുവർ ഫാമിലി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, ഫാമിലിയെ കുറിച്ച് ഒന്ന് അന്വേഷിക്കുക. കാര്യം അവൻ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ വേണം അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്, ഒരു ഇൻട്രൊഡക്ഷൻ പോലെ, ബോഡിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ അങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എഴുതി തുടങ്ങേണ്ടത്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സബ്ജക്റ്റിലേക്ക് കിടക്കാം. നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവരുടെ ലൈഫിൽ നടന്ന ഈ ഒരു സംഭവം, ഈ ഒരു ടേണിംഗ് പോയിന്റ്, രാംനാരായണനെ മീറ്റ് ചെയ്യുന്നു, റൈസിന് പോകുന്നു, അവിടെ വെച്ചുണ്ടാകുന്ന സംഭവങ്ങൾ, ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻസ് കൊടുത്തു വേണം എന്ത് ചെയ്യേണ്ടത്, ആ ഒരു ഡയറി എഴുതേണ്ടത്. ഓക്കെ, അവസാനം ലെറ്ററിന്റെ അവസാനം, ആ ഒരു ലെറ്ററിന്റെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ കൺക്ലൂഡ് ചെയ്യാമെന്നുള്ള കാര്യമാണ്, അല്ലെ. ആ ഒരു ലെറ്റർ എങ്ങനെ കൺക്ലൂഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ എല്ലാ ലെറ്ററുകളും കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, എല്ലാ ഇൻഫോർമൽ ലെറ്ററുകളും ഐ എം സ്റ്റോപ്പിംഗ് മൈ വേർഡ്സ് എന്ന് പറയാൻ കൺക്ലൂഡ് ചെയ്യുന്നത്, ആ ഒരു രീതിയിൽ കൺക്ലൂഡ് ചെയ്താൽ മതി. അതിൽ തെറ്റൊന്നുമില്ല, കറക്റ്റ് ആണ്, അങ്ങനെ കൺക്ലൂഡ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, യുഎസ് ലവിംഗ് മീ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഒരു ലെറ്റർ
സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഫോർമാറ്റ് കൃത്യമായിട്ട് നിങ്ങൾ പിന്തുടർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നിങ്ങൾ വിചാരിക്കുന്ന മാർക്കുകൾ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. വേറെ ബുദ്ധിമുട്ടൊന്നുമുള്ള പോർഷൻ അല്ല ഈ ഒരു ലെറ്റർ എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷൻസ് ആണ് ഈ ഒരു ലെറ്റർ റൈറ്റിംഗ്, അതുപോലെ ഡയറി, കോൺവെർസേഷൻ തുടങ്ങിയ ചോദ്യങ്ങൾ. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മാർക്കുകൾ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം വരാൻ സാധ്യതയുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഈ ഒരു യൂണിറ്റിന്റെ പേര് തന്നെ ആസ്പയർ ടു വിൻ എന്നാണ്. ആസ്പയർ എന്ന് പറഞ്ഞാൽ വിജയിക്കുവാനുള്ള ശക്തമായ ആഗ്രഹം. ആസ്പയർ ടു വിൻ, ശക്തമായ ആഗ്രഹം. എന്തിനുള്ള? ടു വിൻ, വിജയിക്കുവാനുള്ള ശക്തമായ ആഗ്രഹം. അങ്ങനെ വിജയിക്കാൻ ശക്തമായ ആഗ്രഹം മാത്രം പോരാ, അതിന് എന്ത് വേണം? ഡിറ്റർമിനേഷനും ഡെഡിക്കേഷനും ഹാർഡ് വർക്കിങ്ങും എല്ലാം ആവശ്യമാണ്. അങ്ങനെ ഈ ഡിറ്റർമിനേഷനും ഡെഡിക്കേഷനും ഹാർഡ് വർക്കിംഗ് ഒക്കെ യൂസ് ചെയ്ത് വിജയിച്ച ഒരു കുട്ടിയുടെ കഥയായിരുന്നു റൈസിൽ നമ്മൾ കണ്ടത്, ഇല്ലേ? അവൻ ഒരിക്കലും എന്താണ്, അവൻ വിജയിച്ചത് ജീവിതത്തിലാണ് അവൻ വിജയിച്ചത്, അല്ലേ? അങ്ങനെ ഒരു കുട്ടിയുടെ കഥയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ടൈറ്റിലിനെ ബന്ധപ്പെടുത്തി ഈ ഹാർഡ് വർക്കിങ്ങിൻ്റെയും ഡെഡിക്കേഷൻ്റെയും ഒക്കെ ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളിലേക്ക് എത്തി, അല്ലെങ്കിൽ നിങ്ങൾ ആ കാര്യത്തെ എങ്ങനെ മനസ്സിലാക്കി എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഒരു ചോദ്യം വരാം. ആ ചോദ്യം ഇങ്ങനെ വരാനാണ് സാധ്യത. അതായത് തരുൺ നമ്മുടെ എന്ത് ചെയ്യുന്നു? സ്കൂൾ അസംബ്ലിയിൽ ഒരു സ്പീച്ച് നടത്തുന്നു, അല്ലെങ്കിൽ സ്കൂൾ ആനുവൽ ഡേ ഫംഗ്ഷന് ഒരു സ്പീച്ച് നടത്തുന്നു. എന്തിനെ കുറിച്ചായിരുന്നു സ്പീച്ച്? തൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഈ ഒരു സംഭവത്തെ കുറിച്ച്. ഓക്കെ, അതായത് അവൻ ഹാർഡ് വർക്കിംഗ് ചെയ്ത് അവൻ എന്താണ് ഡെഡിക്കേഷനും ബാക്കിയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്ത് അവൻ എങ്ങനെയാണ് ജീവിതത്തിൽ വിജയിച്ചത്, അവൻ്റെ ഡ്രീംസ് അവൻ എങ്ങനെ നേടിയെടുത്തു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു സ്പീച്ച് നിങ്ങൾക്ക് ചോദിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു സ്പീച്ച് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, എല്ലാ സ്പീച്ചും നിങ്ങൾക്കറിയാം, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ഡയസിനെ അഡ്രസ്സ് ചെയ്യുക, അല്ലെ? വേദിയിലിരിക്കുന്ന ആൾക്കാരെ അഭിസംബോധന ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സ്പീച്ച് തുടങ്ങേണ്ടത്. അതുപോലെ തന്നെ ഈ സ്പീച്ച് നിങ്ങൾ തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു തരുണുണ്ടല്ലോ, തരുണിന്റെ ജീവിതത്തിൽ അവനെ ജീവിതം മാറ്റിമറിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലേ? അതിൽ നമ്മുടെ ഈ ഒരു പാഠത്തിൽ എടുത്തു പറയുന്നുണ്ട്, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് തരുൺ എന്ത് ചെയ്യുന്നത്? ഒരു കാര്യത്തിന് വേണ്ടി ഇത്രയധികം പരിശ്രമിക്കുന്നത്, അല്ലെ? കാര്യം രാവിലെ എഴുന്നേൽക്കുന്നു, കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? പ്രാക്ടീസിന് പോകുന്നുണ്ട്, അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ഹാർഡ് വർക്ക് അവൻ ചെയ്യുന്നുണ്ട്, ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ സ്പീച്ചിനകത്തേക്ക് കൊണ്ടുവരിക, അതിന് വ്യക്തമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനെ മുന്നിൽ നിർത്തിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു സ്പീച്ച് എന്ത് ചെയ്യേണ്ടത്? കൺവേ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സ്പീച്ച് നമ്മൾ പറയേണ്ടത്. ഓക്കെ, ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? എഴുതേണ്ടത്. ഇനി ചോദിക്കാനുമായിട്ട് സാധ്യതയുള്ള 2 ചോദ്യങ്ങൾ കൂടിയുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിക്കാം. അതായത് തരുൺ എന്ത് ചെയ്യുന്നു? ആ റേസിൽ ഒരുപാട് തവണ എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ ഫോൾ ഡൗൺ ചെയ്യുന്നുണ്ട്, അതായത് ഒരുപാട് തവണ ചരക്കി വീഴുന്നുണ്ട്. എന്നിരുന്നാലും ഗിവ് അപ്പ് ചെയ്യാനായിട്ട് തരുൺ തയ്യാറായിരുന്നില്ല. അവൻ എന്ത് ചെയ്യുന്നു? ഓരോ തവണ വീഴുമ്പോഴും എഴുന്നേക്കുന്നു, ഓടാൻ ശ്രമിക്കുന്നു. അപ്പൊ ഈ ഒരു കാര്യം ഒരു പത്രവാർത്തയിൽ എന്ത് ചെയ്യുന്നു? റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്തുള്ള ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ വ്യക്തമായിട്ട് ഒരു ആക്ടിവിറ്റിയിൽ കൊടുത്തിട്ടുണ്ട്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നിങ്ങൾ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഇൻവേർട്ടഡ് പിരമിഡിന്റെ മോഡലിലായിരിക്കണം ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ഇൻവേർട്ടഡ് പിരമിഡ്, നമുക്കറിയാം പിരമിഡിനുള്ളത് എന്താണ്? ഒരു ട്രയാങ്കിൾ ഷേപ്പാണ്, അല്ലെ? ആ ട്രയാങ്കിളിൽ നമ്മൾ എടുത്ത് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ, തല തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു? അതാണ് ഇൻവേർട്ടഡ് പിരമിഡ് മോഡൽ എന്ന് നമ്മൾ പറയുക. ഓക്കെ, അപ്പോൾ ട്രയാങ്കിളിന്റെ ഏറ്റവും എന്താണ്? വീതി കുറഞ്ഞ ഭാഗം അങ്ങ് താഴെ പോകും, വീതി കൂടുതലുള്ള അതിന്റെ ഒരു ബേസ് പോർഷൻ മുകളിൽ വരികയും ചെയ്യും. അതായത് അതിനെയാണ് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതാണല്ലോ ഏറ്റവും വലുത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വേണം ആദ്യം നിങ്ങൾ എഴുതാനായിട്ട്. അപ്പോൾ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഒരു ടൈറ്റിൽ തന്നെയാണ്, അല്ലെ? ഹെഡിങ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഹെഡിങ് ചുരുക്കി വേണം എഴുതാനായിട്ടുള്ളത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രമായിരിക്കണം, അതുപോലെ തന്നെ ക്യാച്ചിങ് ആയിരിക്കണം. ഈ 3 കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം വേണം എന്ത് ചെയ്യേണ്ടത്? ഒരു ഹെഡിങ് എഴുതേണ്ടത്. ഓക്കെ, അതിനുശേഷം അതിന്റെ ബൈലൈനിലായിട്ട് നമുക്ക് എന്ത് എഴുതാം? നമുക്ക് അതിന്റെ നടന്ന ആ ഒരു സമയം എഴുതണം, നടന്ന ആ ഒരു സ്ഥലം എഴുതണം. ഓക്കെ, ഡേറ്റും പ്ലേസും കൊടുക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ആ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യും. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് നമ്മുടെ ഹെഡിങ്ങിനെ എക്സ്പാൻഡ് ചെയ്ത് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ഹെഡിങ് എന്താണോ അതിനെ എക്സ്പാൻഡ് ചെയ്യുന്നതായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന്റെ ഫസ്റ്റ് സെന്റൻസ് എഴുതി തുടങ്ങേണ്ടത്. ഓക്കെ, അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും ആദ്യം വരുന്നത്. അതിനുശേഷം ഇമ്പോർട്ടൻസ് കുറഞ്ഞ് അങ്ങനെ വേണം എഴുതി പോകാനായിട്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന്റെ ആ ഒരു രീതി എന്ന് പറഞ്ഞാൽ തന്നെ
എന്നാണ് ഒരുപാട് ആൾക്കാർ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ എങ്ങനെയാണ് വളരെ ബിസി ആയിട്ട് പോകുന്ന ഒരു സമൂഹമാണ്. അപ്പോൾ ആൾക്കാർക്ക് ചില സമയത്ത് മുഴുവനായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വാർത്ത വായിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പറയുക. അപ്പോൾ ആൾക്കാർക്ക് ജസ്റ്റ് അതൊന്ന് നോക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു മോഡലിലാണ് നമ്മുടെ ന്യൂസ് പേപ്പറിൽ ന്യൂസ് റിപ്പോർട്ടായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനുള്ളത്, നിങ്ങളുടെ എക്സാം പേപ്പറിലും ആ ഒരു മോഡൽ കൃത്യമായിട്ട് പിന്തുടരുകയും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആൻസർ എഴുതേണ്ടത്. അങ്ങനെ ആൻസർ എഴുതുന്ന ഒരു കുട്ടിക്ക് കൃത്യമായിട്ട് ഫുൾ മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. കുറച്ച് ഗ്രാമർ പോർഷൻസും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റിൽ ഉത്തരം എഴുതുന്ന ഒരു കുട്ടിക്ക് കൃത്യമായിട്ട് ഫുൾ മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യം ഇതുപോലെ തന്നെ, അത് ഞാനിനി പറയുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഏത് പാഠത്തിൽ നിന്നും നിങ്ങൾ ചോദിക്കാം, കോമൺ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഒരുപാട് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ് പ്രൊഫൈൽ റൈറ്റിംഗ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ റൈസ് എന്ന് പറയുന്ന ഈ ഒരു കഥയുടെ ഓഥർ എന്ന് പറയുന്നത് നിഷ പഞ്ചാബിയാണ്. അപ്പൊ നിഷ പഞ്ചാബിയുടെ എന്താണ് ഒരു പ്രൊഫൈൽ റൈറ്റിംഗ്, ഒരു പ്രൊഫൈൽ എഴുതുക എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ പ്രൊഫൈലൊക്കെ എഴുതാൻ നമുക്കറിയാം, നമുക്ക് പ്രൊഫൈലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്നും ഓണും അറ്റൊക്കെ എവിടെ ചേർക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എന്നിരുന്നാലും കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. പ്രൊഫൈൽ എഴുതുന്ന സമയത്ത് പ്രൊഫൈൽ നമുക്കറിയാം, പ്രൊഫൈൽ എഴുതാനായിട്ട് കുറച്ച് ഹിൻസ് എന്തുണ്ടായിരിക്കും, അത് കൃത്യമായിട്ട് തന്നിരിക്കും. ആ ഹിൻസ് യൂസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രൊഫൈൽ എഴുതേണ്ടത്. പക്ഷേ അതിന് മുൻകൂട്ടിയായിട്ട് ഈ ഒരു നിഷ പഞ്ചാബിയെ കുറിച്ച് ആ തന്നിരിക്കുന്ന ഹിൻസിന് പുറമേ ആയിട്ട് നിങ്ങളൊരു 2 സെന്റൻസ് കൂടി എക്സ്ട്രാ എഴുതി കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്തിനുള്ള സാധ്യതയുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് മാർക്സ് സ്കോർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്സാം പേപ്പർ വാല്യൂ ചെയ്യുന്ന ടീച്ചേഴ്സിന് കൃത്യമായിട്ട് മനസ്സിലാവും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടുണ്ട്, ഈ ഒരു ഓഥറിനെ നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തിനുള്ള സാധ്യതയുണ്ട്, ഒരുപാട് മാർക്സ് കുറച്ചുകൂടി നിങ്ങൾ എഴുതുന്നതിനേക്കാൾ കൂടുതൽ മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഉൾപ്പെടുത്തിയതിനു ശേഷം എന്ത് ചെയ്യുക, എഴുതുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മറ്റൊരു കാര്യം കൂടി അറിയാം, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു ഓഥറിനെ കുറിച്ച് എഴുതുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വേർഡ്സ് യൂസ് ചെയ്യും, എമിനന്റ് റൈറ്റർ, പ്രൊമിനന്റ് റൈറ്റർ. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് വേർഡ്സ് യൂസ് ചെയ്താണ് നമ്മൾ ഈ റൈറ്റേഴ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വാക്കുകൾ കൃത്യമായിട്ട് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഇങ്ങനെയുള്ള വാക്കുകൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇതൊക്കെ എല്ലാ പ്രൊഫൈലിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. റൈറ്റർ ആണെങ്കിൽ മാത്രമേ എമിനന്റ് റൈറ്റർ എന്നൊക്കെ എഴുതാൻ പറ്റൂ. ഓക്കെ, സ്പോർട്സ് പേഴ്സൺ ആണെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ, ഓരോന്നും വ്യത്യസ്തമായിരിക്കും. എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഈ ഒരു റൈറ്റേഴ്സിന്റെ പ്രൊഫൈലാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും അതിനെ വളരെ ഫെമിലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റും. ആസ്പയർ ടു വിൻ എന്ന് പറയുന്ന ഫസ്റ്റ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ആയ ലേണിംഗ് ദ ഗെയിം എന്ന് പറയുന്ന പാഠം സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഓട്ടോബയോഗ്രഫിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പോർഷനാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ലേണിംഗ് ദ ഗെയിം എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗം. ഈ ഒരു പാഠഭാഗത്തിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് സച്ചിന്റെ ബയോഗ്രഫി സച്ചിന്റെ പ്രൊഫൈൽ തയ്യാറാക്കുക എന്ന് തന്നെയായിരിക്കും. അങ്ങനെയുള്ള ചോദ്യമാണ് ആവർത്തിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ പ്രൊഫൈൽ റൈറ്റിംഗ് എങ്ങനെ എഴുതണം, എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ യൂസ് ചെയ്ത് തന്നെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ആ ഒരു പ്രൊഫൈൽ നിങ്ങൾ തയ്യാറാക്കാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചു കണ്ടിട്ടുള്ളത്, അതായത് അജ്രേക്കർ എന്ന് പറയുന്ന സച്ചിന്റെ ഒരു കോച്ച് ഉണ്ടല്ലോ, ഇന്ന് നമ്മൾ കാണുന്ന സച്ചിനെ മോൾഡ് ചെയ്തെടുത്ത അജ്രേക്കർ എന്ന് പറയുന്ന ആ ഒരു കോച്ച് നിങ്ങളുടെ സ്കൂളിലേക്ക് വരുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു കോച്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നിങ്ങളോട് പറയുന്നു, ഒരു സ്പീച്ചിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറയുന്നു. അപ്പൊ അതിനായിട്ടുള്ള സ്ക്രിപ്റ്റ് തയ്യാറാക്കുക എന്ന് പറയുന്ന ഒരു ചോദ്യവും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ആരായിരുന്നു അജ്രേക്കർ സർ, അല്ലേ? അപ്പോൾ അജ്രേക്കർ എന്ന് പറയുന്ന ഈ ഒരു കോച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഭയങ്കര ഹാർഡ് വർക്കിങ്ങും ഡിറ്റർമിനേഷനും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രാക്ടീസ് സെഷനിൽ പോലും സച്ചിൻ പങ്ക് ചെയ്ത് നടക്കുന്ന സമയത്ത് ഇയാൾ നേരിട്ട് പോവുകയും സച്ചിനെ കൂട്ടിക്കൊണ്ടുവരികയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തത്, അല്ലേ? അത് മാത്രമല്ല സച്ചിന്റെ രക്ഷകർത്താക്കളുമായിട്ടൊക്കെ സംസാരിച്ച് സച്ചിൻ ഒരുപാട് കഴിവുള്ള ഒരു വ്യക്തിയാണെന്ന്, ക്രിക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സച്ചിൻ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, സച്ചിൻ വിചാരിക്കുന്നത് പോലെ ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു ക്രിക്കറ്റ് പ്ലെയർ ആക്കി മാറ്റാം, അല്ലെങ്കിൽ അതിനുള്ള പൊട്ടൻഷ്യൽ സച്ചിൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അയാളെ ട്രെയിൻ ചെയ്ത് ഇങ്ങനെ ആക്കിയെടുത്ത ഒരു വ്യക്തിയുമാണ് അച്ഛലേക്ക്. അപ്പോൾ കൃത്യമായിട്ടും ഈ ഒരു വ്യക്തിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാം, നമുക്ക് ഫസ്റ്റ് പറയേണ്ട ഒരു പോയിന്റ് ഇത് തന്നെയാണ്. എന്താണ്, നമ്മുടെ സാധാരണക്കാരനായിട്ടുള്ള സച്ചിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇന്ന് കാണുന്ന സച്ചിൻ ദ ഗോഡ് ഓഫ് ക്രിക്കറ്റ് ആക്കി മാറ്റിയത് ആരാണ്? ഈ ഒരു അജ്രേക്കർ എന്ന് പറയുന്ന ഒരു കോച്ചാണ്.
അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നമ്മുടെ ആ ഒരു സ്പീച്ചിന്റെ സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ട് അജ്രേക്കർ എന്ന് പറയുന്ന ഈ ഒരു കോച്ച് സച്ചിന് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുത്തു, ഏത് രീതിയിലാണ് ട്രെയിനിങ്ങുകൾ നടത്തിയത്, അല്ലെ, എന്തൊക്കെ ഹെൽപ്പാണ് ചെയ്തു കൊടുത്തത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു പാഠഭാഗത്തിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനുള്ള ആൻസർ നമുക്ക് ചെയ്യാം. അല്ലാതെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമൊന്നും അല്ല ഈ ഒരു ചോദ്യം. സ്പീച്ച് എങ്ങനെ എഴുതണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇനി ഇതിൽ ഉൾപ്പെടുത്തേണ്ട പോയിന്റ്സ് ആണ് ഞാനിപ്പോൾ എന്ത് ചെയ്തത് നിങ്ങളോട് പറയാം. ഓക്കെ, ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു ചോദ്യം ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല, എന്നിരുന്നാലും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒരു റൈറ്റപ്പ് തയ്യാറാക്കാനായിട്ട്. ചോദ്യം ഇങ്ങനെയാണ്: ഡിറ്റർമിനേഷനും ഹാർഡ് വർക്കും സാധാരണക്കാരനായിട്ടുള്ള ഒരു സച്ചിൻ ദ ഗോഡ് ഓഫ് ക്രിക്കറ്റ് ആക്കി മാറ്റിയത് എങ്ങനെ, അല്ലെങ്കിൽ അതിന് വഹിച്ച പങ്കുകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മുടെ ആ ഒരു ചോദ്യം. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്, യൂണിറ്റിന്റെ പ്രത്യേകത തന്നെ ഹാർഡ് വർക്ക് കൊണ്ടും ഡെഡിക്കേഷൻ കൊണ്ടും ഡിറ്റർമിനേഷൻ കൊണ്ടും എങ്ങനെ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു കരിയർ എങ്ങനെ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് മോൾഡ് ചെയ്തെടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു റൈറ്റപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിറ്റർമിനേഷനും ഈ ഹാർഡ് വർക്കും ഈ ഡെഡിക്കേഷനും തന്നെയാണ് കൊടുക്കേണ്ടത്. പക്ഷേ അതിനെ വികസിപ്പിക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ വേഴ്സിലേക്ക് മാക്സിമം ഒരു 4-5 സെന്റൻസ് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, എഴുതാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിനെ വികസിപ്പിക്കണം, ഇതിനെ എക്സ്പാൻഡ് ചെയ്യണം. എങ്ങനെ എക്സ്പാൻഡ് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സച്ചിന്റെ ആ ഒരു ബയോഗ്രഫിയിലുള്ള കുറച്ച് കാര്യങ്ങളെ പുറത്തേക്ക് എടുത്ത് എക്സാമ്പിൾ ആയിട്ട് കാണിക്കും. അല്ലെ, സച്ചിൻ എന്താണ്, സച്ചിൻ ക്ലാസ് ബങ്ക് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു, ഇല്ലേ, ആ സമയത്ത് എന്ത് ചെയ്യുന്നു, അജ്രേക്കർ സാർ ഇയാളെ കൂട്ടിക്കൊണ്ട് വരുന്നു, ട്രെയിൻ ചെയ്യുന്നു, ആ ഒരു കാര്യം നമുക്ക് പറയാം. അത് കഴിഞ്ഞിട്ടും സച്ചിൻ തിരിച്ചു പോകുന്ന സമയത്ത്, വീട്ടിലേക്ക് പോകുന്ന സമയത്ത് പലപ്പോഴും വളരെ ക്ഷീണിച്ചാണ് സച്ചിൻ എന്ത് ചെയ്യുന്നത്, തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. എന്നിരുന്നാലും അയാൾക്ക് ഇരിക്കാനായിട്ട് സ്ഥലം കിട്ടിയിരുന്നില്ല. ബസ്സിലെ കണ്ടക്ടർ എന്ത് ചെയ്യുന്നു, ഡബിൾ ടിക്കറ്റ് ആണ് ചാർജ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ട് കൂടി സച്ചിൻ എന്ത് ചെയ്തു, തന്റെ ഒരു ക്രിക്കറ്റിന്റെ ഒക്കെയുള്ള ഒരു പാഷൻ കൊണ്ട് എന്ത് ചെയ്തു, അതിനെയൊക്കെ ഇയാൾ എന്ത് ചെയ്തു, അതിജീവിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കോട്ട് ചെയ്ത് നമ്മുടെ ഈ ഒരു ആൻസറിലേക്ക് നമ്മൾ പകർത്തി എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമ്മുടെ ആ ആൻസർ വലുതാക്കുവാനും, അത് മാത്രമല്ല അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു പോയിന്റ്സ്, ഈ ഒരു കീ എലമെന്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഒരുപാട് മാർക്കുകൾ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, സ്റ്റോറി ഈസ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് വേർ ഈസ് പോയം ഈസ് ഫോർ അപ്രീസിയേഷൻ എന്നാണ്. അതായത് കഥകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയും കവിതകൾ ആസ്വദിക്കുന്നതിന് വേണ്ടിയുമാണ്. ഈ ഒരു കാര്യം ഞാൻ പറയാനുള്ള കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റിനകത്ത് ആകെയുള്ളത് ഒരു കവിത മാത്രമാണ്, ഒരു പോയം മാത്രമാണുള്ളത്, ബാങ്ക് ദ ഡ്രം എന്ന് പറയുന്ന പോയം. ഈ പോയം കൊണ്ട് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇതിൽ നിന്ന് ചോദിക്കാൻ 90% ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുന്ന ഒരു അപ്രീസിയേഷൻ തന്നെയാണ്. എല്ലാ പോയത്തിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് അപ്രീസിയേഷനാണ്, അതായത് ആസ്വാദനം. അപ്പോൾ ഒരു ആസ്വാദനം തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു അപ്രീസിയേഷൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്രീസിയേഷനൊക്കെ നിങ്ങൾ ഒരുപാട് തയ്യാറാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും അപ്രീസിയേഷൻ തയ്യാറാക്കുന്നതിന് വ്യക്തമായിട്ടൊരു ഫോർമാറ്റ് ഉണ്ട്. ആ ഒരു ഫോർമാറ്റിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അതായത് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് അപ്രീസിയേഷൻ തയ്യാറാക്കുന്ന സമയത്ത് ഒരു 4 പാരഗ്രാഫ് എഴുതാനാണ്. 4 പാരഗ്രാഫുകൾ നമുക്ക് മതി. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ ഈ ഒരു കവിത എഴുതിയ റൈറ്റർ ഉണ്ടല്ലോ, റൈറ്ററിനെ കുറിച്ചും കവിതയുടെ പേരിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ ഒരു പോയം, ഈ ഒരു കവിതയിൽ പറയുന്ന കവിതയുടെ ജനറൽ ആയിട്ടുള്ള തീം എന്താണ്. ഓക്കെ, ജനറൽ ആയിട്ടുള്ള തീം, നമ്മുടെ പോയറ്റിന്റെ പേര്, അതുപോലെ തന്നെ നമ്മുടെ പോയം, ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ ആ ഒരു ഫസ്റ്റ് വരുന്ന ചെറിയ പാരഗ്രാഫിൽ ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ, അതിനുശേഷം വരുന്ന സെക്കൻഡ് ആൻഡ് തേർഡ് പാരഗ്രാഫ്. ഓക്കെ, ഈ ഒരു സെക്കൻഡ് ആൻഡ് തേർഡ് പാരഗ്രാഫിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ വേർഡ്സിൽ കവിതയുടെ ആശയം, നിങ്ങളുടേതായ വേർഡ്സിൽ ഈ കവിതയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, കവിതയുടെ ആശയം, ഈ കവിതയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വരി ഉണ്ടെങ്കിൽ ആ വരി എടുത്ത് നിങ്ങൾ കൊട്ടേഷനകത്തിട്ട് എഴുതി കഴിഞ്ഞാൽ എക്സ്ട്രാ മാർക്സ് നിങ്ങൾക്ക് കിട്ടും. ഇതൊക്കെ ചെറിയ ചെറിയ ടിപ്സാണ്. ഓക്കെ, എക്സ്ട്രാ മാർക്സ് കിട്ടാനുള്ള സാധ്യതകൾ ഏറെയാണ്. അങ്ങനെ ചെയ്ത് ഇപ്പോൾ നമ്മൾ എഴുതുന്ന ഈ ഒരു 2, 3 പാരഗ്രാഫ്, സെക്കൻഡ് ആൻഡ് തേർഡ് പാരഗ്രാഫ് അങ്ങനെ എഴുതുക. ഇതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരഗ്രാഫാണ് ഇനി നമ്മൾ പറയുന്ന പാരഗ്രാഫ്. ഈ ഒരു പാരഗ്രാഫിൽ നിങ്ങൾ പൊയറ്റിക് ഡിവൈസസ് വേണം യൂസ് ചെയ്യേണ്ടത്. പൊയറ്റിക് ഡിവൈസസ് ഈ ഒരു പാഠത്തിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള അല്ലെങ്കിൽ പാഠത്തിൽ തന്നിട്ടുള്ള പൊയറ്റിക് ഡിവൈസസിനെ കുറിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ എഴുതേണ്ടത്. അതിൽ ആദ്യത്തേത് റൈമിംഗ് വേർഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ കൃത്യമായി ഈ ഒരു കവിതയിൽ റൈമിംഗ് വേർഡ്സ് കവി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓതർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, റൈമിംഗ് വേർഡ്സ് കണ്ടെത്തുക. അതിനുശേഷം
ഈ കവിതയുടെ റൈമിംഗ് സ്കീം നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഒരു റൈമിംഗ് സ്കീമിനെ കുറിച്ച് എഴുതുക. ഈ റൈമിംഗ് വേർഡ്സും ഈ റൈം സ്കീമും കവിതയ്ക്ക് എന്ത് ഭംഗിയാണ് നൽകുന്നതെന്ന് നിങ്ങൾ അതിനോടൊപ്പം തന്നെ ചേർക്കുക. അതായത് റൈമിംഗ് വേർഡ്സും റൈം സ്കീമും കവിതയ്ക്ക് ഒരു റിതമാണ് നൽകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു 2 കാര്യങ്ങളെ കുറിച്ച് എഴുതുന്നത്. അത് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം നമുക്ക് എന്താണ് കവിതയിൽ സിമിലികൾ കാണാറുണ്ട്, മെറ്റഫേഴ്സ് കാണാറുണ്ട്, അലിറ്ററേഷൻ കാണാറുണ്ട്, അസോണൻസ് കാണാറുണ്ട്. അപ്പോൾ ഒരിക്കലും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ തെറ്റ് നിങ്ങൾ എഴുതാൻ ശ്രമിക്കരുത്. കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ എഴുതാം. ഓക്കെ, ഇപ്പൊ സിമിലി ഐഡന്റിഫൈ ചെയ്യാൻ എന്താണ് ലൈക്ക് എന്ന് പറയുന്ന, അതായത് സിമിലി എന്ന് പറയുന്ന അറിയാലോ കമ്പാരിസൺ ആണ്. കമ്പാരിസൺ ഒരു ലൈക്ക് എന്ന് പറയുന്ന ഒരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമ്പാരിസന് വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ആ ഒരു ലൈനിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്, പറഞ്ഞിരിക്കുന്ന പൊയറ്റിക് ഡിവൈസ് എന്ന് പറയുന്നത് സിമിലിയാണ്. അങ്ങനെ നമുക്ക് സിമിലി ഐഡന്റിഫൈ ചെയ്യാം. അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന പൊയറ്റിക് ഡിവൈസസ് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ലാസ്റ്റ് പാരഗ്രാഫിൽ നിങ്ങൾ പറയുക. ഓക്കെ, അതിനുശേഷം ഇതെങ്ങനെ കൺക്ലൂഡ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനം നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു കവിത അല്ലെ എങ്ങനെ നമുക്ക് എന്ത് പറയാം, ഐ റിയലി എൻജോയ്ഡ് റീഡിങ് ദിസ് പോയം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കവിതയുടെ ഒരു ആസ്വാദനം അപ്രീസിയേഷൻ കൺക്ലൂഡ് ചെയ്യും. അല്ലെ, ഞാൻ എന്ത് ചെയ്തു, ഈ മനോഹരമായിട്ടുള്ള ഈ വണ്ടർഫുൾ ആയിട്ടുള്ള പോയം ഞാൻ എന്താണ് വായിക്കുന്നത് വളരെയധികം എൻജോയ് ചെയ്തു, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോയം, ഈ ഒരു പോയത്തിന്റെ അപ്രീസിയേഷൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇങ്ങനെ വ്യക്തമായിട്ടൊരു ഫോർമാറ്റ് 4 പാരഗ്രാഫിലെ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ പിന്തുടർന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്സ് ലഭിക്കുന്നതാണ്. ഓക്കെ, ഫുൾ മാർക്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു അപ്രീസിയേഷൻ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ലഭിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ പോയത്തിനെയും ബേസ് ചെയ്ത് എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് വീട്ടിൽ ഇരുന്നിട്ട് ഒരു അപ്രീസിയേഷൻ അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. അതിനകത്തുള്ള പൊയറ്റിക് ഡിവൈസസ് എന്ത് ചെയ്യുക, കണ്ടെത്തിയിട്ട് പഠിച്ചു വെക്കുക. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കയ്യിൽ നിന്ന് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ അപ്രീസിയേഷൻ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും ഫുൾ മാർക്സ് ലഭിച്ചിരിക്കും. ഓക്കെ.